ആയുസ്സും ആരോഗ്യം നടത്തോളം കാലം ഇവർ വലിച്ചെറിയില്ല കേട്ടാ. അവർ ഇവിടെ തന്നെ വളരും. അപ്പോൾ നോക്കിയേ പയറിൻ്റെ ഭംഗി നോക്കിയേ. അത് ഇവരെ സ്നേഹിക്കാത്തവർക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ഇത് കേൾക്കുമ്പോൾ വീണ്ടും എന്നെ തെറി വിളിക്കാനായിരിക്കും തോന്നുക. അപ്പോൾ ചെറിയ മുള പോലെ തോന്നിയിട്ടോ, പക്ഷെ വെച്ചപ്പോൾ കൃത്യേ. അപ്പം അറിയില്ലേ ഞങ്ങളുടെ ഇന്നത്തെ രാത്രിയിലത്തെ ഉറക്കമൊക്കെ എത്രത്തോളം ഉണ്ടാവും എന്നുള്ളതൊന്നും കേട്ടാ. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അയോട്ടാ. ഇന്ന് നേരത്തെ തന്നെ ഞാൻ അടുക്കളയിലത്തെ കുറച്ച് തിരക്കില്ല കേട്ടാ. അതായത് നമ്മുടെ ഉള്ളൂർ മാലാഖയുടെ പള്ളി പെരുന്നാളാണ്. പിന്നെ അത് മാത്രമല്ല നമ്മളെ മക്കളുടെ ഫ്രണ്ട്സുകളായിട്ട് വരേണ്ടത്. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പണികളൊക്കെ കഴിച്ച് വെച്ചിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് കറി ഇതൊക്കെ ആയിട്ടുണ്ട്. ബീഫ് ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ബീഫിലേക്കുള്ള ഗ്രേവിയാണ് ഇവിടെ നമ്മൾ റെഡിയാക്കുന്നത് കേട്ടാ. പിന്നെ നമ്മൾ വെച്ചിട്ടുള്ളതെന്ന് പറയുന്നത് ചിക്കൻ വറുത്ത് റോസ്റ്റ് ഇതൊക്കെയാണ്. അപ്പോൾ അതായത് നമ്മൾ വെച്ചിട്ടുള്ളത് ബിരിയാണിയാണ്. അപ്പോൾ കുട്ടികൾ അടുത്തുനിന്ന് ബിരിയാണിക്ക് എടുത്ത് കഴിച്ചിട്ടുണ്ട് കേട്ടോ അവർ. പിന്നെ ഒരു സർലാസ് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വലിയൊരു പള്ളി പെരുന്നാൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഇവിടെ എല്ലാ വീട്ടുകാരും ഓരോപ്പോലെ തന്നെ ആഘോഷിക്കും. ഇപ്പോൾ ഞാനൊക്കെ വലിയൊരു പള്ളി പെരുന്നാൾ ഇവിടെ ആഘോഷിക്കാൻ തുടങ്ങിയത് മക്കളുടെ ഫ്രണ്ട്സുകളൊക്കെ അങ്ങനെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ മാത്രമായിട്ടാണ്. അല്ലാതെ നമ്മൾ ആഘോഷിക്കാറൊന്നുമില്ല. പക്ഷെ പെരുന്നാൾ കാണാൻ പോകാറൊക്കെ ഉണ്ട്. അതെങ്ങനെ ഉണ്ണികൾ ചെറുതായിരിക്കുന്ന സമയത്ത് അവർ തന്നെ പോയി കാണാൻ തുടങ്ങിയ പിന്നെ അതും കാണൽ കുറവ് തന്നെയാണ്. പൂവൽ കുറവാണ്. നമ്മുടെ ഇതിലെ പൂവും അവരുടെ വള എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ കാണാനായിട്ട് നിൽക്കും. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പറമ്പിലേക്ക് ഇറങ്ങണം. അപ്പോൾ അതാണ് ഞാൻ വൈകിട്ടാണ് കുട്ടികൾ വരുന്നെങ്കിലും കൂടിയിട്ട് നേരത്തെ തന്നെ ഇതൊക്കെ ചെയ്ത് വെച്ചിട്ട് അപ്പോൾ നമുക്ക് പുറത്തിറങ്ങിയിട്ട് ഓരോന്ന് ചെയ്യുമ്പോൾ ഒരു സമാധാനം ഉണ്ടാവേ. അല്ലെങ്കിൽ അടുക്കളയിലത്തെ പണിയുടെ എടുക്കുമ്പോൾ അവിടെ പുറത്ത് ചെയ്യുമ്പോൾ ഒരു സമാധാനം ഉണ്ടാവില്ലേ, ഇതിവിടെ ഇങ്ങനെ എടുക്കല്ലേ എന്ന് വിചാരിച്ചിട്ട്. നമ്മുടെ ഈ ചീര വെച്ചതിൻ്റെ ഉള്ളിൽ കുറച്ച് പുല്ല് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വലിച്ചെടുക്കട്ടെ എന്ന് വിചാരിച്ചു. നല്ലൊരു തണൽ പോലെ വെയിലേക്കും പോയിട്ടേ. കൈ കൊണ്ട് പിടിക്കാൻ പറ്റുന്ന പുല്ല് മാത്രം നമ്മൾ വലിക്കുള്ളൂ കേട്ടോ. അത് കാരണം എന്നിട്ടാണെന്നറിയോ, നിറച്ച് മുളച്ച് വന്നിട്ടുണ്ട്. പക്ഷെ എല്ലാം നമുക്ക് ഇന്ന് വലിക്കാൻ പറ്റില്ല. നമുക്ക് പിടിച്ചാൽ കിട്ടുന്നത് മാത്രം നമ്മളിന്ന് വലിച്ചെടുക്കും. അപ്പോൾ അത് കാരണം എന്താ 2 ദിവസം കഴിയുമ്പോഴേക്കും വീണ്ടും ഇവിടെ പുല്ല് വലിക്കേണ്ടി വരും. നീങ്ങ ഇവിടെ നിൽക്ക. നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ വണ്ടി കണ്ടിട്ട് നല്ല കൊരയാ. നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളെ നമ്മളെ പറമ്പിലെ പന്തലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഇറക്കിയിട്ടുള്ള മുളയാണ്. പറമ്പില് പന്തലിടാൻ വേണ്ടിയിട്ട് ഇറക്കിയതാന്നേ. തെരഞ്ഞെടുക്കല്ലേ പിന്നെ ഇതിന് വളമാണേ. ഒരെണ്ണം മാത്രമേ കിട്ടിയിട്ടുള്ളൂ, ബാക്കി നല്ല കിട്ടി. നമ്മുടെ പേളിക്കുട്ടി അവിടുത്തെ പറമ്പിൽ പോകാന്ന് വെച്ചിട്ട് ആള് വേഗം ഫസ്റ്റ് പോകാനായിട്ട് നിൽക്കുന്നത്. ഇന്നിപ്പോൾ ആ പറമ്പിലേക്ക് പോകുമ്പോൾ അവള് നമ്മുടെ കൂടെ നടക്കും. നമ്മുടെ വീട്ടിലത്തെ പറമ്പിലേക്ക് അവള് വരില്ല. കാരണം എന്താണെങ്കിൽ കുട്ടിപ്പട്ടാളങ്ങൾ ഭയങ്കര കടച്ചിലായിരിക്കും ഇവിടെ കൂടി കണ്ടു കഴിഞ്ഞാലേ. അപ്പോൾ ഇവളെന്ത് ഈ ഭാഗത്ത് മാത്രമേ നിൽക്കുള്ളൂ, ബാക്കിലേക്ക് ഇറങ്ങില്ല. പേളിക്കുട്ടി നോക്കിയേ, നമ്മളിന്ന് അവിടുത്തെ പറമ്പിലേക്കല്ല പോണേ, ഇവിടെയാണ് കേട്ടോ ഇന്നത്തെ പണി. അപ്പോൾ നമ്മുടെ അവിടെ മഴ പെയ്തിട്ടുണ്ടെങ്കിലേ ഇപ്പോൾ കടവെള്ളം നിൽക്കണേ. അതായത് കുറച്ച് നേരം നല്ല മഴ പെയ്യും, പിന്നെ വെയിലുദിക്കും. അപ്പോൾ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കും. നമ്മൾ മേറ്റിലടിച്ചിട്ട് വലിയ ഗുണമൊന്നുമില്ല. ആ വെള്ളം അതേപോലെ നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അത്രയും ഹൈറ്റ് കൂട്ടി മേറ്റിലടിക്കാനും പറ്റില്ല. അപ്പോൾ ഇവിടെ ഹൈറ്റ് കൂട്ടി അപ്പുറത്ത് ഓരോ ഭാഗത്ത് അല്ലെങ്കിൽ അങ്ങടെ ആയിരിക്കും വെള്ളത്തിൻ്റെ ഒഴുക്ക് പിന്നെ ഉണ്ടാവുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ നിൽക്കും. ചെറുതായിട്ട് ചാലിട്ട് നോക്കണം, ആ ചാലി കൂടെ പോകേണ്ട പോലെ അങ്ങനെ.
അപ്പോൾ നമ്മളെ മോളെ ഇറക്കിയിട്ട് ഷായിട്ട് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് മറ്റേ പന്തൽ പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടേക്ക് ഇനി പോണേ. അപ്പോൾ 2 മോളെ കൂടി എടുത്തിട്ട് പോവാനിച്ചിട്ട്. അമ്മയുടെ കുഞ്ഞുമക്കളെ, അമ്മയുടെ കുഞ്ഞുമക്കളെ. മെസ്സി കൂട്ടാ കൊണ്ടോട്ടെ ഞാൻ മോളാ. മറഡോണ ഫ്ലൈറ്റിന് മോനെ, മറഡോണ കൂട്ടാ തായി എനിക്കിട്ടാ. 2 പേരും താ. പല്ലരിക്കാന്ന് പറഞ്ഞല്ലേ, എന്തേലും കിട്ടി കഴിഞ്ഞാൽ നോക്കിയാൽ മറഡോണയ്ക്ക് കിടന്ന് കാണിക്കണ നോക്കിയേ. കണ്ടോ കിടക്കിടക്കിടക്കാന്നോട്ടാ കടിക്കുക. അത്രയും പല്ലരിപ്പുണ്ടെന്ന് തോന്നുന്നുണ്ട് അവനും പ്ലാറ്റിനിക്കിനായിട്ട് നല്ല പല്ലരിപ്പ്. പിന്നെ ബോൾട്ടൊന്നും നമ്മുടെ നെയ്മറൊക്കെ ഓരോന്നിട്ട് കടിക്കണതാണ്. പക്ഷേ മറഡോണ കടിക്കുന്നതിന് ഭയങ്കര പ്രത്യേകത. ഇങ്ങനെ കാരി ഇങ്ങനെ അങ്ങോട്ട് അടിച്ചിട്ടേ നമ്മൾ ഈ കുഞ്ഞു കുട്ടികളൊക്കെ നമ്മളിങ്ങനെ പല്ലരിക്കുമ്പോൾ എപ്പോഴും പിടിച്ച് കടിക്കാന്ന് പറയില്ലേ, അതേപോലെ. എൻ്റെ മോമ്മേനെ നല്ല മോനല്ലടാ. അമ്മയുടെ മോനുണ്ട്. എൻ്റെ മോൻ സുന്ദര മോനാണ്. അമ്മയുടെ ബോൾട്ട് മോൻ സുന്ദരനാണ്. അതെ അതെ. ഞാൻ മുളക് കൊണ്ട് പോട്ടെ ഏട്ടാ. വീട് ഇറങ്ങ്. തന്നോ എനിക്ക് തായോ ഫ്ലൈറ്റ് കൂട്ടാ. വായിൽ കുത്തി കയറുള്ളൂ ഈശ്വര. വീട്ടിടാ. ഇവിടെ അപ്പുറത്തൊക്കെ അപ്പുറത്തുള്ളവർ വലിച്ചു. ഒരു സാധനം വെച്ച് കഴിഞ്ഞാൽ കിട്ടില്ല. ഇവരോട് ചോദിച്ചിട്ട് വേണം കൊണ്ടുപോകണമെങ്കിൽ. ഈ 2 ഇട്ടിട്ടാ. ഈ 2 ഇട്ടെന്നിട്ടാന്നറിയോ, നമ്മുടെ മുന്നേ നമ്മൾ കെട്ടിയിരുന്നതാണ് ഇവിടെ. ഇവരിത്തിരി എന്താ പറയുക, ഈ നെറ്റ് കെട്ടിനേക്കാളും മുന്നേ ഇത് മുകളിലേക്ക് കയറ്റി വയ്ക്കണം. മഴ കൊണ്ടിട്ടേ തുരുമ്പോന്ന് തുടങ്ങി. നീക്കടാ. അത് എത്തിച്ച് പിടിക്കാൻ നോക്കണ്. നിൽക്കുന്നൊന്ന് ഒതുക്കി പിടിക്കണവരെ എന്നൊന്ന് ഹെൽപ്പ് ചെയ്യടാ. ഓക്കെ. വരുമ്പോ നോക്ക്. ഇതൊക്കെ ഇവിടെ വെച്ചു. ഞങ്ങളവിടെ കൊണ്ടുവന്ന് വെച്ച് തരാമല്ലോ. എവിടെയാണെങ്കിൽ അയ്യോ ഇവരെ നല്ല വെയിറ്റുള്ള കാരനെ ഇവരെന്തേലും ഒന്ന് പിടിച്ചു കഴിഞ്ഞ് നമ്മളൊപ്പം ഇങ്ങനെ പോവും ചെരിഞ്ഞ്. ഇന്ന് മുറ്റടിക്കാൻ പറ്റിയിട്ടില്ലേ, മഴ ഇടയ്ക്കിടയ്ക്ക് പെയ്യണായിരുന്നേ. ഷേട്ടി മോള അതെടുത്തോ. ഇവിടെ ഇട്ടേ. പിന്നെ അവിടെ ഉണ്ട് കേട്ടോ വേറെ. അപ്പോൾ ഷായിട്ട് ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ മോളെ ഷായിട്ട് പറമ്പിൽ ഉറപ്പിച്ച് തുടങ്ങി എന്നുള്ളത്. ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പറമ്പിൽ എന്താ പറയുക, കുറേ പന്തലുകളായിട്ടാ. പക്ഷെ അത് കാണാനൊരു ഭംഗിയുണ്ട്. പന്തലുകൾ എല്ലാം കൂടുതലായിട്ട് കാണുമ്പോഴേ. ഇപ്പം നമ്മൾ ഇപ്പം ഇരുന്ന പന്തലെന്ന് പറയുന്നത് നമ്മുടെ പീച്ചിങ്ങയ്ക്കുള്ളതാണ്. പീച്ചിങ് ഇതാ പടർന്ന് ഇവിടെ വരെ എത്തി. അപ്പം ഇനി ഇപ്പം തന്നെ പന്തലിട്ട് കൊടുത്തില്ലേ ആ വളർച്ച കുറയും. അപ്പോൾ പന്തലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അവർ നോക്കിക്കൊണ്ടിരിക്കുക കായ ഉണ്ടാവും. ചൂട്ട പീച്ചിങ്ങ പെട്ടെന്ന് കായ വരും. അവിടുത്തെ മുളക് കൂടി എടുക്കാമല്ലോ ഇപ്പോൾ അറ്റത്തെ. കണ്ടോ മുള നമ്മളേ കാലുറപ്പിക്കുമ്പോൾ അതായത് കണ്ടോ കല്ലുകളാണ് മാക്സിമം അതിൻ്റെ ചുറ്റിടുക. കാരണം നല്ല ഉറപ്പിലിരിക്കണേ. ചിലപ്പോൾ അല്ലെങ്കിൽ നല്ല കാറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ വീഴുമല്ലോ. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കല്ലൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇളാൻ കൊണ്ട് ഇങ്ങനെ കുത്തി കൊടുക്കും. നല്ല ഉറപ്പിലിരിക്കും. കണ്ടാ ഇവിടെ ഒരു സൗണ്ട് കേൾക്കണണ്ട. അപ്പുറത്ത് പുല്ല് വെട്ടുണ്ട്. അതാ. പിന്നെ നമ്മളിത് ഉറപ്പിച്ച് കഴിഞ്ഞാലും ഇനി അടുത്ത പന്തൽ മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇത് പറിക്കാൻ സുഖാട്ടാ. വെറുതെ ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ 4 ഇളക്കിളക്കി അത് വരും. നമുക്കെല്ലാം ഊരി നമുക്കെന്നെ തറയ്ക്കണ ആ രീതിയിലുള്ള പന്തലാണ്. പക്ഷെ ഈ ഉറപ്പിക്കൽ നമ്മുടെ രീതിയിൽ നല്ല ഉറപ്പിൽ നിൽക്കും. ഇപ്പോഴത്തെ ഉറപ്പില്ല, ഇതിങ്ങനെ നിൽക്കും. പെരുന്നാളിൻ്റെ പടക്കം പൊട്ടുന്ന സൗണ്ട് നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾക്ക് ഭയങ്കര പേടി. അടുത്തിരിക്കണം. ഇടയ്ക്ക് ആ സൗണ്ട് വരുന്നുണ്ട്.
അടിയിൽ വെള്ളമായിരിക്കും ചേട്ടാ ഇല്ലേ? വെള്ള മോത്തി തീർച്ചയായിട്ടും. കാരണം ഭൂമിയുടെ അടിയിൽ നന്നായിട്ട് നമുക്ക് വെള്ളം നിൽക്കുന്നുണ്ട്. കണ്ട മഴ പെയ്ത് ചെറിയൊരു കുഴി കുത്തുമ്പിക്കണ്ട ഈ വെള്ളം നിൽക്കണേ, അതനുസരിച്ച് ഭൂമിയുടെ അടിയിൽ കുത്തുമ്പിക്കന്നെ വെള്ളം വരും. രണ്ട് കൈക്കോട്ടുകൊണ്ട് കളിക്കുമ്പിക്കന്നെ വെള്ളം കാണാം. അത് കാരണമാണ് നമ്മുടെ എന്താ പറയുക കുട്ടിപ്പട്ടാളങ്ങളുടെ പാർക്കിൻ്റെ പണി നീളുന്നത് അല്ലേ ചേട്ടാ? അത് ആൾക്കൊന്നും പണിയാൻ പറ്റണ്ടേ, വെള്ളമല്ലേ? അല്ലെങ്കിൽ വേഗം ആക്കി കൊടുക്കണം വെച്ചതായിരുന്നു അവർക്ക്. ഇപ്പോൾ എന്നും മഴ പെയ്യുന്ന കാരണേ നമ്മുടെ അത് കട്ടാള ചേരടുക്ക അത് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടാ. ആ പന്തലിൻ്റെ അവിടെ നമ്മൾ അന്നിട്ട പന്തലിൻ്റെ അടുത്തല്ലേ എടുത്ത് വെച്ചിട്ടില്ലേ? അന്ന് പെട്ടെന്ന് മഴ പെയ്തു, അപ്പം നമ്മൾ അവിടെ ഇട്ടിട്ട് പോയതാ. ഇപ്പം എന്നൊന്ന് പറഞ്ഞ പോലെ പന്തൽ പണി ഉണ്ട് നമുക്ക്. നമ്മുടെ പന്തലുകളെ അത് 1 2 3 4 5 പന്തലായി ഇവിടെ. 5 പന്തൽ കാട്ടിയരാട്ടാ. ഇതോടെ ഇട്ട് കഴിഞ്ഞിട്ട് ഇനി ഒരെണ്ണം കൂടി ഉണ്ട്, അതൊന്ന് പൊന്തി വരണല്ലോ. അതുപോലെ അവിടുത്തെ പറമ്പിലും നമുക്ക് വേണം മോളെ, നമുക്ക് കൂടുതൽ ആവശ്യമാണ്. അത് പറ്റും, അതൊക്കെ ചെറുതാ. പിടിച്ചാൽ പറ്റില്ല, മാക്സിമം ഹൈറ്റ് കൂടല്ലേ ചേട്ടാ? ഈ അതാ വലിയ മുള നോക്കട്ടെ കേട്ടാ. ആ ഇതാദ്യം കുഴിച്ചിടാം, ഇത് ആദ്യം കെട്ടാം. അതെ, എന്നിട്ട് കെട്ടിയാൽ മതിയല്ലേ? വലുതുകള് പിടിച്ചാ ഇത്തിരി അങ്ങോട്ട് നീക്കി വെച്ചോ. ഇങ്ങടാണോ വാഴകളായിരുന്നേ നോക്കിയേ. ഇങ്ങോട്ടോ ഒപ്പല്ലേ? അങ്ങോട്ട് കിടന്നു നോക്കിയോ. ആ ഒപ്പാ. അപ്പോൾ 4 ക്ലിയർ ആയിട്ടുണ്ട്. ഇനി സ്മൃതിക്ക് കേട്ടാളതല്ലോ. അപ്പോൾ ഞാൻ ഇത് കെട്ടാൻ നിൽക്കാം. കെട്ടിക്കോ. അപ്പോൾ ഞാൻ അവിടെ ചെറിയ ചെറിയ പണികളുണ്ട് ഇവിടെ. നമുക്കേ വടിയില്ലെങ്കിൽ തന്നെ ഇത് വടിയില്ലാന്ന് വെക്കാം. അപ്പതേ നമുക്ക് ഇങ്ങനെയും കോർത്ത് കേട്ടാ, അപ്പോൾ നല്ല ബലത്തിലിരിക്കും. കണ്ട നല്ല വലിഞ്ഞോണം തന്നെ. നമ്മൾ ചരടുണ്ടല്ലോ, ഈ തൊട്ടുള്ള ഈ ഒരു ചരടിൻ്റെ മുകളിൽ കൂടെയാണ് എടുത്തോണം. കണ്ട മുകളിൽ കൂടെ എടുത്തിട്ട് അടി കൂടെ ഇങ്ങനെ ആക്കുക. അപ്പോൾ ഉണ്ടോ നല്ല ടൈറ്റായിട്ടിരിക്കും. നമുക്ക് ഇടയിൽ എക്സ്ട്രാ വേറെ വടികളൊന്നും വെച്ച് കൊടുക്കണ്ട. ഇപ്പം എൻ്റെതാ ഈ പന്തൽ ഇടൽ കഴിഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഈ പറമ്പിൽ കുറേ പന്തലുകളുണ്ടെന്ന്. ഓരോ പന്തലും കാട്ടിയരാട്ടാ. പന്തൽ നമ്മളിതാ ഇതേപോലെ ഇട്ടു. കണ്ടോ നല്ല ഭംഗിയുണ്ട് ഈ പന്തലേ കാണാനായിട്ട്. നമ്മുടെ പീച്ചിങ്ങയുടെ പന്തൽ. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ കയ്പയുടെ പന്തലാണ്. കയ്പയുടെ പന്തൽ നമ്മൾ ഒരു ഇങ്ങനെ 4 കാലിൽ ഒരു കമ്പിയുള്ള ഒരു ഇതുണ്ടായിരുന്നു കാല്. പണ്ട് നമ്മളാക്കിയിട്ടുള്ളതാണ് കുറേ വർഷങ്ങൾക്ക് മുന്നേ. അപ്പോൾ അതിങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പട്ടയൊക്കെ വെച്ചിട്ട്, അതായത് നമുക്ക് തെങ്ങിൻ്റെ പട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു വേസ്റ്റ് കളയാൻ വേറെ സ്ഥലം തപ്പിയില്ല. 1-2 പട്ട ഉണ്ടായിരുന്നു ഈ പന്തലിടുന്ന സമയത്ത്. അപ്പോൾ അതങ്ങനെ വെച്ച് കൊടുത്തു. നമ്മുടെ കയ്പയുടെ പന്തൽ നല്ല നീളം വരുന്ന ഒരു കയ്പയാണ് ഇട്ടത്. പക്ഷേ ഇത് നമ്മൾ പൊട്ടിക്കുന്ന കാട്ടിൻ്റെ ഈ കയ്പയെന്ന് മഴക്കാലത്ത് വെള്ളത്തിൽ നിന്ന് പൂവെന്ന് വിചാരിച്ച ചെടിയായിരുന്നു. എന്നിട്ട് പിന്നെ അത് ഉഷാറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വേഗം ഒരു പന്തൽ വെച്ച് കൊടുത്തതാണ്. അപ്പോൾ കുഴപ്പമില്ലാണ്ട് കായകൾ പിടിക്കുന്നുണ്ട്.
കണ്ട നല്ല നീളം വരുന്നൊരു കയ്പ്പിയാണിത്. പിന്നെ അടുത്തൊരു പന്തൽ എന്ന് പറഞ്ഞത് ഇതേപോലെ തന്നെ നമ്മൾ ഇട്ട് കാണിച്ചിട്ടുണ്ട്. ഇതേ അതിൻ്റെ ഇടയിൽ നമ്മുടെ കോളിഫ്ലവറും കാബേജ് തൈകളൊക്കെ ഇതാ കുറച്ചുകൂടി കൂമ്പൊക്കെ എടുത്ത് പൊന്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പന്തൽ ഇത് നമ്മൾ കണ്ടോ. ഇപ്പം ഈ പന്തലിട്ടപ്പോൾ നമ്മൾ എന്താ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ വേറെ 3 മുളകളും കൂടി കൊടുത്തിട്ടാണ് ഈ പന്തലിട്ടവണേ. എന്നിട്ട് നമ്മൾ കിട്ടണ വല്ല എന്ത് വിറകോ അല്ലെങ്കിൽ പട്ടയുടെ വിറകോ കൊള്ളിയുടെ ഇതോ അതൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഒരു പന്തലാണ് ഇതിട്ടാവണത് കേട്ടോ. പിന്നത്തെ ഒരു പന്തൽ എന്ന് പറയുന്നത് ഇതും കണ്ടോ. ഇത് നമ്മളിങ്ങനെ എന്താ പറയുക ഇടയിലൊക്കെ ഓരോ മുളയ്ക്കും കൊടുത്ത് അതേപോലെ തന്നെ ചരടൊക്കെ കൂടി കൂട്ടി കെട്ടിയിട്ട് നല്ല വെളിച്ചൊക്കെ അടിയിലേക്ക് കിടക്കാവുന്ന രീതിയിലുള്ളൊരു പന്തൽ പൊന്തി വന്നു കഴിഞ്ഞാൽ നന്നാവും. ഈ പന്തലുമ്പോൾ നമ്മൾ പടർത്തുന്നത് നമ്മുടെ നിത്യവഴുതനങ്ങ കണ്ടോ കയറി തുടങ്ങി. നിത്യവഴുതനയുടെ പന്തൽ. അടുത്തൊരു പന്തലും ഏതാണ്ട് ഇതേപോലെ കേട്ടോ. നമ്മൾ അടുത്ത പന്തലിട്ടോണേ അതും കട്ടിത്തരാം. നമ്മുടെ അടുത്ത പന്തലെന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. നമ്മുടെ വാളരിപ്പയറാണ് നമ്മൾ അതിലേക്ക് പടർത്തുന്നത്. ഈ വാളരിപ്പയർ നമ്മുടെ കഴിഞ്ഞ വർഷം ഇവിടെ നട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്താ പറയുക അതിൻ്റെ കടഭാഗം അവിടെ നിന്നിരുന്നു. അതിൽ നിന്ന് പൊടിച്ച് വരുന്നതാണ് ഇട്ടത്. അപ്പോൾ ആൾക്കൊരു പന്തലിട്ട് കൊടുത്തു. അതും ഇതേപോലെ തന്നെ കണ്ടോ അടിയിലേക്ക് ഞണ്ട് കിടക്കില്ല, നല്ല രീതിയിൽ പോവും. ഇങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിലേ ഇതാണ് നമ്മുടെ ഈ പറമ്പിലത്തെ പന്തൽ. അപ്പോൾ ഈ പറമ്പിൽ നമ്മൾ 1 2 3 4 5 പന്തൽ ഞാൻ കാട്ടിയെന്നു കേട്ടോ. ഇതേപോലെ തന്നെ അവിടുത്തെ പറമ്പിൽ നമ്മൾ ഇടുന്നുണ്ട്. പെരുന്നാളിൻ്റെ പടക്കം പൊട്ടല്ലേ. ഇനിയിപ്പോൾ ഇതുണ്ടാണെങ്കിലേ നമുക്ക് കുറച്ച് പച്ചക്കറികളൊക്കെ പൊട്ടിക്കാനുണ്ട്. നമ്മുടെ പയർ, വഴുതനങ്ങ, പിന്നെ നമ്മുടെ വലിയ കുമ്പളങ്ങ ഇനി വലുതാവാനായിട്ട് ഇടുന്നില്ല. കുമ്പളങ്ങ എന്നല്ല പറയുക, കാരണം അത്ര വലുപ്പമായിട്ടാണ്. അത് മുറിച്ചെടുക്കുമ്പോൾ നോക്കിയോളൂ, ഒരു പ്രത്യേക വലുപ്പവും നല്ല എന്താ പറയുക വണ്ണം തടിയൊക്കെ ഉണ്ട് ഈ കുമ്പളങ്ങയ്ക്ക്. നമുക്ക് ആദ്യം പയർ പൊട്ടിക്കാം, എന്നിട്ട് ലാസ്റ്റ് കുമ്പളങ്ങ പൊട്ടിക്കാം. അപ്പോൾ നോക്കിയാൽ നമ്മുടെ കുറ്റിപ്പയർ, വയലറ്റ് കുറ്റിപ്പയർ കേട്ടാ. അതെ നന്നായിട്ടുണ്ടായിട്ടുണ്ട് ഈ പ്രാവശ്യം. നമുക്ക് ഇങ്ങനത്തെ പയറല്ല കേട്ടോ, നമുക്ക് എല്ലാ പയറും നന്നായിട്ട് ഉണ്ടായി കിട്ടാറുണ്ട്. അണ്ണാമാർ കൊണ്ടുപോയിട്ട് തിന്നിട്ടാണ് നമുക്ക് കിട്ടൽ കുറയാറ്. പക്ഷേ ഈ പ്രാവശ്യം ഇവിടത്തെ ഞാൻ പറഞ്ഞല്ലോ വീട്ടിലത്തെ ആകുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരുന്ന കാരണേ വലിയ അണ്ണാമാരെ ശല്യമൊന്നുമില്ല. അത് കാരണം കുറച്ച് കൂടുതലല്ല പൊട്ടിക്കാറുണ്ട്. ഇനി പൊട്ടിക്കട്ടെ. അത് നമ്മൾ ആണെങ്കിലൊക്കെ ഉണ്ടോ ഈ തെങ്ങിൻ്റെ ചുറ്റാണ് നമ്മളിങ്ങനെ നട്ടു കൊടുത്തോണേ. ഇങ്ങനെ റൗണ്ടിലായിട്ട് നോക്കി കഴിഞ്ഞാൽ അറിയാം ഫുള്ളാണ്. അവിടെ നിന്ന് ഇങ്ങനെ ക്യാമറ ഇങ്ങനെ കൊണ്ടുവരണമെങ്കിൽ നമുക്ക് ശരിക്കും മനസ്സിലാവും കൃത്യം ഇങ്ങനെ റൗണ്ടിൽ. ഇതേ അതോ എല്ലാ കടയും നന്നായിട്ട് തന്നെ ഉണ്ടായി. നമ്മൾ ഈ പയർ ഞാൻ കുത്തി കൊടുക്കുന്നതൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടാ. നമ്മളിതിൽ ഇടുന്നത് വെണ്ണീർ മാത്രമാണ് നമ്മൾ ഈ പയറിന് ആകപ്പാട് ഇടുന്നൊരു കാര്യം, അടിവളമായിട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ തൊട്ടുപ്പുറത്തായിട്ടിരിക്കുന്നത് മുളകാണ്. പക്ഷെ എന്നാലും ഈ റൗണ്ട് ഇവിടെ എത്തട്ടെ കേട്ടോ. കണ്ടോ തെങ്ങിൻ്റെ ചുറ്റും എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. അതെ ഞാൻ റൗണ്ട് അടിച്ച് ഇവിടെ എത്തി. അയ്യോ റൗണ്ട് അടിച്ച് ഇവിടെ എത്തി. അപ്പം നോക്കിയേ നമ്മൾ അണ്ണാമാരും തിന്നിട്ടില്ലെന്ന് വിചാരിച്ച് ഇവിടെ അതേ ഒരെണ്ണോ അണ്ണനല്ല അത് തത്തയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ മണികൾ മാത്രമായിട്ട് എടുത്തു വേണം നോക്കി ഞാൻ പൊട്ടിച്ചേട്ടില്ല. കണ്ടോ ഇങ്ങനെ തിന്നെ നമ്മുടെ തത്തമ്മയാ കണ്ടോ. ഇനിയിപ്പോൾ നമുക്ക് വേഗം ഉള്ളത് വേഗം പൊട്ടിക്കാം. ഇന്നലെ പൊട്ടിക്കാം. അപ്പോൾ അവർ കണ്ടുവച്ചിട്ടുണ്ട്. ഞാൻ മുറ അവിടെ വെക്കട്ടെ. പിന്നെ പെട്ടെന്നാണ് ഇതുമ്പോൾ പയറുണ്ടായ പോലെ തോന്നണത് എനിക്ക്. അത് കാരണം ഇതുമ്പത്തെ എല്ലാം അധികം ഉള്ളി കളഞ്ഞൂല്ല. പക്ഷെ അതൊരു കണക്കിന് ഗുണമായിട്ടാ.
അല്ലെങ്കിൽ ഇവർ പെട്ടെന്ന് പയറൊക്കെ പെട്ടെന്ന് വെറുതെ കടിച്ച് ഇട്ടേനെ. ഇതിപ്പോൾ ഇല കൂടുതലുള്ളത് ഒരു കണക്കിന് ഗുണം ചെയ്തു. പക്ഷേ ഇല കുറവാണെങ്കിൽ ഇതിനും കൂടുതൽ പയറുണ്ടാവും. പയറിന് അങ്ങനെയുണ്ട്, നമ്മൾ ഇല കൂടാണെങ്കിൽ ഇല നന്നായിട്ട് നുള്ളി കളയണം. നുള്ളി കളയണ്ട, ഇല കഴിക്കാണ്ട് നല്ലത് തന്നെ. അപ്പോൾ നോക്കിയേ പയറിൻ്റെ ഭംഗി നോക്കിയേ, കണ്ട. ഇതൊക്കെ നമ്മുടെ പച്ചമുളക് കേട്ടോ. നമ്മൾ 150 തൈലെടുത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങനെ അറ്റം വരെയായിട്ട് എല്ലാത്തിനും നിറച്ച് പൂവായി തുടങ്ങി. പൂവോ അതേപോലെ ചെറുതായിട്ട് പച്ചമുളകൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നോക്കിയേ ഇത്രയും പയർ നമ്മൾ പൊട്ടിച്ചു കൊടുക്കും. ഇനി നമ്മുടെ വഴുതനങ്ങ പൊട്ടിക്കാം നമുക്ക്. ഇവിടെ ഒരു 3 തരം വഴുതനങ്ങ ഉണ്ട്. അത് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ ഭാഗത്തുനിന്ന് പൊട്ടിക്കുമ്പോൾ ഇവിടെ 3 തരം വഴുതനങ്ങയാണ് നമുക്ക് നിൽക്കണേന്നുള്ളത്. നോക്കിയേ, അപ്പോൾ ഇത്രയും വഴുതനങ്ങ നമ്മൾ പൊട്ടിച്ചു. ഇനി നമ്മുടെ കുക്കമ്പർ നോക്കിയേ, ഇതുമ്പോൾ 2 തരം കുക്കമ്പറായിട്ട് ഉണ്ടായി തുടങ്ങിയിട്ടുള്ളത്. ഒരു തരം ഇത്, പിന്നെ ഒരു തരം ഇതാ ഈ ഒരു ടൈപ്പിൽ പെട്ടത് കണ്ടോ. ഇത് ഞാൻ ചെറിയ കട നമ്മുടെ ഇതിന് വലുതായി വരിക തലക്കേ തന്നെ ഉണ്ടാവേ. അപ്പോൾ ഒരു വടിക്കും കൊടുത്ത് അങ്ങനെ ആക്കി വെച്ചതാ. നോക്കിയേ ഇപ്പോഴും കണ്ട നല്ലൊരു കണ്ട ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ കടക്കിൽ തന്നെ കണ്ടോ, ഇത് മഴ പെയ്യുമ്പോഴേ ചെളി തെറിക്കുക. അങ്ങനെ ഓരോ തലയ്ക്ക് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കട്ടെ. അതെ ഒക്കെ അതാണ്. ഇനി നമ്മുടെ കുമ്പളങ്ങ. ഈ കുമ്പളങ്ങനെ വേറൊരു പേരാണ് എനിക്ക് പറഞ്ഞു തരാറ്. എപ്പോഴും എനിക്ക് ആ പേര് എൻ്റെ ഓർമ്മയിൽ നിന്ന് പോവാട്ടാ. ഇത് ഒത്തിരി വലുതാവെന്ന് പറയുന്നുണ്ട് കേട്ടോ ഇങ്ങനത്തെ കുമ്പളങ്ങ. നമ്മൾ ഇനി നിർത്തണില്ല. നോക്കിയേ കണ്ടോ, നല്ല വെയിറ്റ്. അതേപോലെ ഞാൻ ഒരെണ്ണം കേട്ടാ. ഇതിൻ്റെ തല എവിടെയാ മുറിക്കേണ്ടത്? അതെ. അപ്പം ഇതേ കൂർക്കയുടെ മുകളിലാണ് ഉണ്ടായി നിൽക്കുന്നത്. അപ്പോൾ കൂർക്കമണി കണ്ട, ഇത് കൂർക്കമണി കേട്ടാ. അതെ, ഇവിടുത്തെ കൂർക്കും പറക്കാറായിട്ടുണ്ട്. നമ്മുടെ നിറച്ച് മണികൾ കാണാനുണ്ട് കണ്ടോ, പുറത്തേക്കൊക്കെ കാണുന്ന നിറച്ച് മണികളാണ്. അപ്പോൾ ഇത്തിരി കൂടി വലുതായിട്ട് പറിക്കാം. അതല്ലെങ്കിൽ ഇപ്പോൾ പറിക്കുകയാണെങ്കിൽ നല്ല രസമാണ് ഇങ്ങനത്തെ കൂർക്ക് മണികൾ കറി വയ്ക്കാനൊക്കെ ആയിട്ട്. കണ്ട ഏറ്റവും രസമുള്ളതാ. നോക്കിയേ എന്തൊരു വെയിറ്റ്. എൻ്റെ ബോഡിയുടെ അത്രയും വലുപ്പവും അത് നല്ല വണ്ണും. ഇനി മറ്റേതും കൂടി മുറിച്ചെടുക്കാം നമുക്ക്. ഈ കുമ്പളങ്ങയുടെ തൈ കുറേ വലിയതായിട്ട് കുറേ പടർന്നിട്ടൊന്നുമില്ല ചേട്ടാ. പക്ഷെ മിണ്ടായിട്ടുള്ള ആളാണ്. ഇതിന് നോക്കി അടിയിലേ, കാരണം ഇതിരിക്കുമ്പോഴേ മണ്ണ് മൂടി പോകണില്ലല്ലോ. അത് കാരണമാണ് ഈ കൂർക്ക് മണികളൊക്കെ കാണുന്നത്. നമ്മളിതേ ഇതൊക്കെ മണികളാണ്, നിറച്ച് മണി.
ഇത് മുറിച്ചെടുക്കട്ടെ. നല്ല വെയിറ്റ് ഉണ്ട്. അങ്ങനെ നമ്മുടെ ഫാമിൽ നിന്ന് ഇത്രയും സ്ഥലങ്ങളായിട്ട് നമ്മൾ പൊട്ടിച്ചെടുക്കണമല്ലോ. ശീരിക്ക് അരിയാനുണ്ട്, പക്ഷെ അതൊന്നും ഇപ്പം ഒന്നും എടുക്കണില്ല. ഞാനേ ഓരോന്നായിട്ട് കൊണ്ടുപോയിക്കട്ടെ. ഫ്ലാറ്റ് കൂട്ടാ കുട്ടിപ്പെട്ടാലോ നല്ല മക്കളായിട്ട് കിടക്കണ്ടല്ലോ, നല്ല കുട്ടികളായിട്ട് കിടക്കണ്ടല്ലോ നമ്മുടെ സുന്ദര മക്കളായിട്ട്. അച്ഛനാ വോട്ടത് പറ്റില്ല. ഇതെന്തും തോന്നിയോ പൊന്നു? ഇതെന്തിട്ട് സാധനം തോന്നിയോ? ഇതാണ് കുമ്പളങ്ങ. കല്യാണിക്കുട്ടിക്ക് മനസ്സിലാവണില്ലേ? സുന്ദര നമ്മുടെ നെയ്മർ മോനല്ലത്. ഇനി ഞാനുണ്ടല്ലോ ഒരു കമൻറ്റ് വായിക്കാനായിട്ടോ വന്നിട്ടുള്ളത്. നെഗറ്റീവ് കമൻറ്റാണ് ഞാൻ വായിക്കാൻ വരുന്നിട്ടുള്ളത്. കാരണം എന്താണെങ്കിൽ എനിക്ക് നെഗറ്റീവ് കമൻറ്റ് വരാറില്ല, അപൂർവമായിട്ടാണ് വരാറുള്ളൂ. പിന്നെ ഈ ഒരു കമൻറ്റ് വായിക്കാൻ കാരണമുണ്ട്. കാരണം ഈ ആൾ 1-2 പ്രാവശ്യമായി നമ്മുടെ ഒരു വീഡിയോയിൽ മോശമായ രീതിയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര മോശമായിട്ട് രീതിയിൽ നമുക്ക് വായോണ്ട് പറയാൻ പറ്റില്ല. അതായത് അത്രയും മോശമായി തെറി ഉപയോഗിച്ചിട്ടുള്ള വാക്കുകൾ കൂടെ ആയിരുന്നു നമുക്ക് കമൻറ്റ് ഇട്ടിരുന്നത്. അപ്പം ഞാനത് 2 എണ്ണം വന്നു. അപ്പം തന്നെ സെക്കൻഡിൽ ഞാനത് റിമൂവ് ചെയ്ത് കളഞ്ഞു. വീണ്ടും ആളെനിക്ക് കമൻറ്റ് ഇട്ടു. ആ കമൻറ്റിൽ എന്നെ വിളിച്ചിട്ടുള്ള ആൾ ഡാഷ് മോളേന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ കമൻറ്റ് വായിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം കമൻറ്റ് കാണിച്ചു തരാം ഏതാണെന്നുള്ളത്. ഇതാ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കുകയാണ്. കമൻറ്റ് നമ്മുടെ വീഡിയോയിൽ ഞാൻ കളഞ്ഞോട്ടില്ല, കിടക്കണമുണ്ട് അതിൽ. വായിക്കാൻ പറ്റിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സങ്കടം വന്നു കേട്ടോ. കാരണം എന്താണെന്നറിയോ, ആൾക്ക് എന്നോട് എന്താ ദേഷ്യം ഇത്രയെന്ന് എനിക്കറിയില്ല. കാരണം ഇപ്പം എന്നോട് ആൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും മോശമായ രീതിയിലായിരിക്കും ആൾക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിയായിട്ടാണ് എനിക്ക് ഈ ആളെ കാണുന്നത്. അതായത് ഇയാളുടെ പേര് മീനാക്ഷി കോവിലം. ഞാൻ എന്തായാലും ആൾക്ക് ആദ്യം മറുപടി കൊടുക്കാം. നീ ആരാണെന്നാണ് നിൻ്റെ വിചാരം? ഇതാണ് ആളുടെ ഫസ്റ്റത്തെ എന്നോടുള്ള ചോദ്യം. ഞാൻ സാധാരണ ഒരു വീട്ടമ്മയാണ്, ഒരു പ്രത്യേകത ഇല്ലാത്തൊരു സാധാരണ വീട്ടമ്മ. അതൊന്ന്. പിന്നെ എന്നിട്ടോ വല്ലവൻ്റെ പട്ടിയെ തട്ടിയെടുത്ത് കണ്ടന്റ് ഉണ്ടാക്കിയത്. വല്ലവൻ്റെ പട്ടിയെ തട്ടിയെടുത്ത് കണ്ടന്റ് ഉണ്ടാക്കി എന്ന് പറയുന്നതിൻ്റെ ആൻസർ ഞാൻ ഇപ്പോൾ തരുന്നില്ല. പക്ഷെ ഞാൻ പറയാം, ഞാൻ ആരെയും തട്ടിയെടുത്തിട്ടില്ല, അങ്ങനെ പറയല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാപ്ഷൻ കൊടുത്തിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിലാണ് ഞാൻ അതിനുള്ള മറുപടി കൊടുത്തു നോക്കണേ. വീണ്ടും എനിക്കത് ആവർത്തിക്കാൻ എന്തോ എനിക്ക് താല്പര്യമില്ല. അത് ഒരു കാര്യം. പിന്നെ എന്താണ് അവരെ വലിച്ചെറിയടിയെന്ന് ഒരിക്കലും ഞാനത് ചെയ്യില്ല. എനിക്ക് ഷായേട്ടനും മക്കൾക്കും ആയുസ്സും ആരോഗ്യം ഉള്ളിടത്തോളം കാലം ഇവർ വലിച്ചെറിയില്ല കേട്ടാ. ഇവിടെ തന്നെ വളരും. കാരണം എന്താണെന്നറിയോ, ഇവരിപ്പം എൻ്റെ മക്കൾക്ക് തുല്യമാണ്. പിന്നെ ഞാനൊരു കാര്യം പറയാം, ഇവരെ ഞാൻ വീഡിയോയിൽ ചെറിയ ഭാഗങ്ങളാണ് കാണിക്കുന്നത്. പക്ഷെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് കൂടുതൽ ടൈം തന്നെ കാണിച്ചിട്ടുണ്ട്. കാരണം ഇവരെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഇവരിങ്ങനെ ഓടി നടക്കണ മക്കളാണ്. ഇവരെൻ്റെ പിന്നാലെ ഉണ്ടാവും. അപ്പോൾ ഇവരോട് അങ്ങനെ നീങ്ങിക്ക് ഞാൻ വീഡിയോ പിടിക്കുന്ന നേരമാണെന്ന് പറയാൻ പറ്റില്ല. പിന്നെ അത് മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ അവർ നമ്മുടെ വീട്ടിലത്തെ ഒരു അംഗമാണ്. എൻ്റെ പണികളും കാര്യങ്ങളും കഴിഞ്ഞ് ഞാൻ അവരെ കൂടെ കുറച്ച് നേരം ഇരിക്കും. അപ്പോൾ അതൊക്കെ എൻ്റെ വീഡിയോയിൽ എന്തായാലും ഉണ്ടാവും. തുടക്കം ഞാൻ ഇവരങ്ങനെ വീഡിയോയിൽ കാട്ടിയിരുന്നില്ല. നമുക്ക് കമൻറ്റ് വന്നു എല്ലാ വീഡിയോയിലും ഇവരെ കാണിക്കണം. അങ്ങനെ ആയപ്പോഴാണ് ശരി ഓക്കെ എന്നുള്ള രീതിയിൽ ഞാൻ അവരെ കാട്ടി തുടങ്ങിയത് കേട്ടോ. അപ്പോൾ അതൊന്ന്. പിന്നെ എന്താ പറഞ്ഞു നോക്കണേ, വീട്ടുകാർക്ക് ശല്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടെന്ന് ഒരു വീട്ടുകാർക്കും ഇവിടെ വളരുന്നതുകൊണ്ട് ഒരു ശല്യമില്ല. നമ്മളോട് ആരും ഇതുവരെ ഒരു കംപ്ലൈൻറ്റും പറഞ്ഞിട്ടില്ല.
ഇവര് എന്താണ് നമ്മളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ എന്താ പറയുക എല്ലാ കാര്യങ്ങളും പോലും ഇവർ പറമ്പിൽ പോയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. നമ്മുടെ അടുത്ത പറമ്പിൽ തന്നെ പോയിട്ട് പിന്നെ എങ്ങനെയാണ് മറ്റുള്ള വീട്ടുകാർക്കൊരു ശല്യമാവുക. പിന്നെ അത് മാത്രമല്ല വൃത്തി, ഭയങ്കര വൃത്തിയാണ് എൻ്റെ മക്കൾക്ക്. ഞാൻ പറയാം, നമ്മൾ മനുഷ്യന്മാരാണെങ്കിൽ ഒരു പക്ഷേ 2 നേരം കുളിക്കും. പിന്നെ നമുക്ക് വിയർപ്പ് കൂടിയുന്നത് 3 വട്ടം കുളിക്കും ഒരു ദിവസത്തിൽ അല്ലേ. അതിനും കൂടുതലായിട്ട് കുളിക്കുന്നവരുണ്ടാവാം, പക്ഷേ ഏറ്റവും കുറവ് അങ്ങനെയല്ലേ. പക്ഷെ ഇവരെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഇവരൊരു ദിവസത്തിൽ എത്ര പ്രാവശ്യം കുളിക്കുക, ഇവർ മേലൊരു അഴുക്ക് കണ്ട് അവരപ്പം കുളിക്കും. പിന്നെ നമുക്ക് ഇങ്ങോട്ട് ഇടാത്തൊരു കമൻറ്റും കൂടി ഞാൻ പറയാം. പിന്നെ ചിലവർ പറയാറുണ്ട് ഇവർ നനഞ്ഞു കഴിഞ്ഞ് പൊട്ടമാണെന്ന്. അത് നമ്മുടെ ഷോർട്ട് വീഡിയോയിലായിട്ട് അങ്ങനെ വന്നിട്ടുള്ളത്. ഒരു പൊട്ടമാണോല്ല. എന്തായാലും നമ്മുടെ കുട്ടിപ്പാട്ടുകളുടെ അടുത്തേക്ക് വരാൻ ധൈര്യം ഉണ്ടെങ്കിൽ ആർക്കായാലും വന്നിട്ട് അവരെ നനച്ചിട്ട് വെറുതെ നോക്കി വെക്കും. ഒരു പൊട്ട സ്മെല്ലില്ല. അതിൻ്റെ ഒന്നാമത്തെ കാരണം അവർ പല വട്ടം കുളിക്കണ കാരണമാണ് കേട്ടോ. പിന്നെ കണ്ടന്റിന് വേണ്ടിയിട്ടാന്ന് പറയുന്നുണ്ട്. കണ്ടന്റിന് വേണ്ടിയിട്ടാണെങ്കിൽ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം എന്താണെന്നറിയോ, അങ്ങനെയാണെങ്കിൽ എനിക്ക് പുറത്തുള്ള ഏതെങ്കിലും ഒരു വയ്യാത്തൊരു പട്ടീനെ കൊണ്ടുവന്നിട്ട് വളർത്തി അങ്ങനെയൊക്കെയല്ലേ ഞാൻ കാണിക്കണ്ടോ കണ്ടന്റിന് വേണ്ടിയിട്ടാണെങ്കിൽ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ പട്ടികളില്ലാത്ത വീടല്ലായിരുന്നു, നമുക്കിവിടെ പട്ടിക്കൂട് വരെ ഉണ്ടായിരുന്നു. അപ്പോൾ പട്ടിക്കൂട് പോയത് എങ്ങനെയാണെങ്കിൽ അതിലത്തെ പട്ടികൾ ചത്തപ്പോഴാണ് നമ്മൾ പട്ടിക്കൂട് കളഞ്ഞത്. പിന്നെ നമ്മുടെ കിണറിൻ്റെ സ്ഥാനം അവിടെ ആയിരുന്നു. അങ്ങനെ ആ പട്ടിക്കൂട് പൊളിച്ചു. അപ്പോൾ പിന്നെ ഓൾറെഡി അവരിങ്ങനെ നടന്ന് വളരട്ടെ എന്ന് വെച്ചു. ആ പട്ടികൾ എങ്ങനെ ഇവിടെ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിനും ഞാൻ പൈസ കൊടുത്ത് മേടിച്ചതല്ല, ഇതേപോലെ ഇവിടെ വന്ന് കൂടിയതാണ്. എനിക്ക് പട്ടികളുള്ള സ്നേഹം എൻ്റെ വീട്ടുകാർക്ക് അറിയാം. എനിക്ക് കല്യാണത്തിന് മുന്നേ അവിടെ 2 പട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരു പട്ടി വന്ന് കൂടിയതാണ്. അത് ജർമ്മൻ ഷെപ്പേർഡ് എന്ന് പറഞ്ഞൊരു പട്ടിയാണ്. അവിടെ ആരോ കളഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് അങ്ങനെ അവനെ കൊണ്ടുവന്ന് ഞാൻ തന്നെയാണ് അവനെ വളർത്തിയത്. അത് അവൻ്റെ ആ ഒരു ആയുസ് വെച്ച് വലിപ്പമുള്ള പട്ടിയായിട്ടാ, കുട്ടി എന്നല്ലായിരുന്നു. അങ്ങനെ അവൻ്റെ ആയുസ് കഴിഞ്ഞോട് കൂടിയിട്ട് വീണ്ടും നമ്മുടെ ഈ കോമ്പൗണ്ടിലേക്ക് വേറൊരു നായ വരാണ്. അത് ഏത് ഗണത്തിൽപ്പെട്ടതാണ്? ലാബ്രഡോഗ് ഇനത്തിൽപ്പെട്ടൊരു നായ വന്നിരിക്കുകയാണ്. അതും ഏറ്റവും താഴെ അനിയൻ്റെ അവിടെ ഒരു നമുക്ക് തറവാട്ടിലേക്ക് ആയിരിക്കുമ്പോൾ ഒരു പട്ടിക്കൂട് ഉണ്ടായിരുന്നു. ആ പട്ടിക്കൂടിൻ്റെ അടുത്തായിട്ട് ഇരിക്കണം. അത് ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെ നമുക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് എന്തോ വലിയ പട്ടികളെയും ഞാൻ പെട്ടെന്ന് അടുക്കാറുണ്ട്. അപ്പോൾ അവനവിടെ ഇരിക്കുമ്പോൾ ഞാൻ ചെല്ലാണ്. എല്ലാവരും ഇവിടെ അച്ഛനൊക്കെ പറഞ്ഞു പോവണ്ട വെച്ചാൽ വലിപ്പമുള്ളൊരു പട്ടിയാണത് ആയിരുന്നത്. പക്ഷെ അവനെ കണ്ടപ്പോൾ വാലാട്ടിനുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി അപ്പോൾ ഉപദ്രവകാരിയല്ല എന്നുള്ളത്. അങ്ങനെ അവനെ കൊണ്ടുവന്ന് വീണ്ടും നമ്മുടെ മുന്നത്തെ നമ്മുടെ നമ്മുടെ ജർമ്മൻ ഷെപ്പേർഡിൻ്റെ പേര് റമോ എന്നായിരുന്നു. ഇവനെ നമ്മൾ ബ്ലാക്കിന് പേരിട്ടിട്ട് പിന്നെ അവനെ ആ കൂട്ടിൽ അവനെ വളർത്തി. അപ്പോൾ നമ്മളവിടെ വരുന്ന പലരും പറയും അത് കന്നിമൂലയിലാണ് നിൽക്കണേന്ന്. പക്ഷെ എന്നിട്ട് പോലും നമ്മളന്ന് പട്ടികൂടി പൊളിച്ചില്ല. അവരുടെ ആയുസ് കഴിയണ വരെ അവരവിടെ ജീവിച്ചു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കിണറിനൊക്കെ ഒരു സ്ഥലം വന്നപ്പോൾ ആ പട്ടികൂടിൻ്റെ ഭാഗത്തായിരുന്നു. അങ്ങനെ പട്ടികൂട് പൊളിച്ച് അവിടെ കിണർ വന്നത്. അപ്പോൾ എനിക്ക് പട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഒരു പുതിയവരല്ല, എനിക്ക് പണ്ടേ ഇവരെ വളർത്തി നല്ല ശീലമുണ്ട്. അപ്പോൾ എനിക്കങ്ങനെ എന്താ പറയുക തട്ടിയെടുത്തിട്ടോ അല്ലെങ്കിൽ കണ്ടന്റിന് വേണ്ടിയിട്ട് ഒന്നും ഉണ്ടാക്കണ്ട കേട്ടോ. യാദൃശികമായിട്ട് എൻ്റെ അടുത്ത് വന്ന് പെട്ടതാണ്. അത് ഞാൻ എന്നെ കൊണ്ട് പറ്റാവുന്ന മാക്സിമം അവരെ നന്നായി നോക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. എന്നെ എന്ത് വേണമെങ്കിൽ പറഞ്ഞോ, പക്ഷേ ആ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളെ കുറിച്ച് ഒന്നും പറയല്ലേ. കാരണം എനിക്കറിയാം ഈ പറയുന്നവർക്ക് എന്നെ പറഞ്ഞാൽ ചിലപ്പോൾ ഇത്രയും വേദനിക്കില്ല എന്ന്, എനിക്ക് വേദനിക്കില്ല എന്നറിയാം. പക്ഷെ അവരെ കുറിച്ച് പറഞ്ഞാൽ എനിക്ക് നന്നായിട്ട് വേദനിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ പേരെടുത്ത് കമൻറ്റ് വായിച്ചത്. കാരണം പേരെടുത്ത് കമൻറ്റ് വായിക്കുമ്പോഴേ പിന്നീട് അവർ നമ്മുടെ കയ്യിൽ വരുന്നില്ല. ഇപ്പോൾ പല പ്രാവശ്യം എനിക്കങ്ങനെ. അപ്പോൾ എന്താ പറയുക, ദയവ് ചെയ്ത് ഞാനിത് എന്താ പറയുക, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് കേൾക്കാനേ പറ്റുള്ളൂ, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇതേപോലെ ഒന്ന് വായിക്കാനും. അപ്പോൾ എന്നോട് ദേഷ്യമുള്ളവരാണെങ്കിലും കൂടി വെറുതെ നമ്മുടെ കുട്ടിപ്പാട്ടാണെങ്കിൽ അവരും മിണ്ടാമ്പ്രാണികളല്ലേ, അവർക്ക് സംസാരിക്കാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ എന്തൊക്കെ പറയുമായിരുന്നു അറിയൂ. അത്രയും പാവങ്ങളാണ് അവർ. അപ്പോൾ എത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളെ സ്നേഹിക്കുന്നവർക്ക് അവരറിയാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ഈ കാര്യം പറഞ്ഞത്. ഇവരെ സ്നേഹിക്കാത്തവർക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ഇത് കേൾക്കുമ്പോൾ വീണ്ടും എന്നെ തെറി വിളിക്കാനായിരിക്കും തോന്നുക. അപ്പം അങ്ങനെയാണെങ്കിൽ എനിക്കത് എന്താ പറയുക, ഞാൻ അനുഭവിക്കാൻ അല്ലാതെ എന്താ ചെയ്യുക. അപ്പം ഇനി നമ്മുടെ വേറെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് ഞാൻ പറഞ്ഞോളൂ, ഇന്ന് പള്ളി പെരുന്നാളാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ തിരക്ക് ഇങ്ങനെ മക്കളുടെ ഫ്രണ്ട്സുകളൊക്കെ വരും. അപ്പം ഞാൻ ഒരു തിരക്കിലേക്ക് പോകണം. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. കുട്ടികളൊക്കെ വരാറായിട്ടുണ്ടേ. അപ്പം ഞാൻ പറഞ്ഞു എല്ലാവരും രാത്രിയിലേക്ക് വരണേ. അപ്പോൾ ഭക്ഷണമൊക്കെ ഇവിടെ റെഡിയാക്കി വെക്കാന്ന് വെച്ചാൽ കുട്ടിപ്പട്ടാളാണെങ്കിൽ ഭയങ്കര പേടിച്ചിട്ടുള്ള ഒരു ഇതിലിരിക്കുന്നത്. ഷായിട്ട് അവിടെ ഇരിക്കാട്ടാ. അപ്പം ഞാൻ കാറ്റ് എൻ്റെ കുട്ടിപ്പട്ടാളങ്ങൾ ഇരിപ്പുണ്ട്. ഷായിട്ട് എടുത്ത് ഭക്ഷണമൊക്കെ കൊണ്ട് വെച്ചതിന് ശേഷം അപ്പൊ നമ്മള് ഇത്രയും സാധനങ്ങളാണ് കുട്ടികൾക്ക് റെഡിയാക്കിയിട്ടുള്ളത്. ഇനിയിപ്പോ ഇതിലാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഷായിട്ട് നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ ഇരിക്കുന്നത് പടക്ക പൊട്ട പേടിയില് ആ ഒരു ഭാഗം കണ്ടിട്ടാ വിരിപ്പ്.
കണ്ടോ പേടിച്ചിട്ട് എല്ലാവരും നോക്കിയേ. ഇതിപ്പോ കണ്ടോ എല്ലാവരും ഷായട്ടിനെ ചുറ്റിപ്പറ്റി കിടക്കുക. ഷായട്ട് കൂടി ഇരിക്കേണ്ട അവസ്ഥയാണ് എപ്പോഴും. ഞാനല്ലെങ്കിൽ ഷായട്ടില്ലെങ്കിൽ മക്കള് ആരെങ്കിലും മാറി നിൽക്കണം. ഞാനാണെങ്കിൽ അവിടെ മക്കളുടെ ഫ്രണ്ട്സുകളൊക്കെ വരുമ്പോൾ നമ്മൾ അവരുടെ അടുത്തേക്ക് ഒന്ന് വേണമല്ലോ. അപ്പം അത് കാരണം ഞാൻ അകത്തന്നെ കൂടിയിരിക്കുകയാണ്. ഷായട്ട് എന്താ ഇവരുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കുക, അല്ലെങ്കിൽ ഇവർക്ക് ഭയങ്കര പേടി. എന്തൊരു പേടി. അയ്യോ ഇവിടത്തെ ഒരാളെ കിടപ്പ് നോക്ക്, എന്തൊരു സമാധാനത്തിലുള്ള കിടപ്പാന്നറിയോ. കല്യാണി കുട്ടി നോക്കിയാൽ ഷായട്ടിൻ്റെ കയ്യുടെ ഇടയിലേക്ക് തലവെച്ചിട്ട് കിടക്കണേ. റൊണാൾഡോ മോനെ തൊട്ട് ഇരിക്കണം, അവന് ഏറ്റവും പേടി. അങ്ങനെ കുട്ടിപ്പട്ടാളങ്ങളുടെ അടുത്തുനിന്ന് ഫുൾ ഡേ ഞങ്ങൾ നേരം വെളുക്കേണ്ട വരെ ഇരിക്കേണ്ടി വരും. കാരണം നമ്മുടെ അവിടുത്തെ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ അതേപോലെയല്ലേ, നേരം വെളുക്കണ വരും പടക്കം പൊട്ടിക്കലും ഒക്കെ ആയിട്ട്. അപ്പൊ ഇന്ന് രാത്രി ഫുൾ ഡേ ഞാനും ഷായിട്ടിനെ ഉറക്കുളയ്ക്കും. ഇല്ല ഷായിട്ടാ, ഇന്ന് ഇവരെ കൂടിയായിരിക്കും ഞങ്ങളുടെ കേട്ടാ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അതിൽ അമ്പ് പോവും. അപ്പോൾ അമ്പ് വരുന്നുണ്ട്. അപ്പോൾ വേഗം ഇറങ്ങിയിട്ടാ. പക്ഷെ ഭയങ്കര രസമായിട്ട് അമ്പ് കാണാനായിട്ട്. നല്ല ബാൻഡ് സെറ്റും നല്ല പഴയ സിനിമയിലത്തെ പാട്ടുകൾ, അല്ലെങ്കിൽ പുതിയ സിനിമയിലത്തെ പാട്ടുകളൊക്കെ ആയിട്ടായിരിക്കും. കേൾക്കാനും കാണാനും രസം തന്നെയാണ്. പക്ഷെ നമുക്ക് കോപ്പിറൈറ്റ് തന്നെയായിരുന്നു. അതിൻ്റെ ഒറിജിനാലിറ്റി ആയിട്ട് ഫുൾ നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ വോയിസ് വരുന്നത് കേട്ടോ. പിന്നെ നമുക്ക് നേർച്ചിടാം കേട്ടോ. അപ്പം ഞാനിതാ നേർച്ചിടാറുണ്ട് എല്ലാ വർഷവും. അതേപോലെ തന്നെ നേർച്ചിടാനാണ് പോയത്. പിന്നെ അതേപോലെ തന്നെ എല്ലാ വീട്ടിലും എല്ലാവരും അമ്പ് വരുമ്പോൾ അതേപോലെ പുറത്തേക്കൊക്കെ ഇറങ്ങി നിൽക്കും. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഗീതേച്ചു കേട്ടോ. പിന്നെ ഗീതേച്ചോടും കുറച്ച് നേരം വർത്തമാനം പറഞ്ഞിട്ട് കേട്ടോ പിന്നെ അവിടെ നിന്ന് പോകുന്നത്. അമ്പയിലും കുറച്ച് നേരം നിന്ന് കണ്ടു. അമ്മയുടെ പൊന്നി അച്ഛോ, എൻ്റെ മക്കളെ ഇവിടെ ഇട്ടിട്ട് അമ്മ പോയിന്നാണോ സങ്കടം പറയണേ? എങ്ങോട്ട് പോയതല്ല ഞാൻ അയച്ചിടാ. ഇനി എൻ്റെ കുട്ടികൾക്ക് തരാൻ പോവാ. ഞാൻ അമ്മയുടെ മക്കൾക്ക് ഭക്ഷണം തരാൻ പോവാ കേട്ടോ. ദൈവമേ, ശരി, ഓക്കെ ഓക്കെ, തരാം തരാം തരാം. ഓ ആ ആ ആ ഞാനുണ്ടല്ലോ ഇവരുടെ അടുത്തേക്ക് കുറച്ചു നേരം വരാണ്ടിരുന്നില്ലേ, അതിൻ്റെ കേട്ടാ. വീട്ടിട്ട് ഓക്കെ ഓക്കെ, മനസ്സിലായി മനസ്സിലായി, ശരി, എല്ലാം ഞാൻ കേൾക്കാം. ആ ഓക്കെ ഓക്കെ. ഞങ്ങൾക്ക് പേടിച്ചിട്ട് ഇവിടെ ഇരിക്കുമ്പോൾ ഇവിടെ കണ്ടില്ലല്ലോ എന്നുള്ള പരാതിയാണ് ഈ പറയുന്നത് മുഴുവൻ. ആ ഓക്കെ ഓക്കെ. ഓ പ്ലാറ്റിനി മോനാണ് ഏറ്റവും സങ്കടം പറയാ. ആ ശരി 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 ശരി. ഇനി ചോറ് തരട്ടെ? എല്ലാം കഴിഞ്ഞില്ലേ? ഇനി ചോറ് തരട്ടെ? അമ്മയുടെ മോനെ, എൻ്റെ മോനാണ് ഏറ്റവും സങ്കടം. മർഡോണ മോൻ എന്താ പണിയെടുക്കണേ? ശരി ഓക്കെ മെസ്സി കൂട്ടാ. ഓക്കെ ഓക്കെ. ആ ഈ ചോറ് കൊണ്ടുവരാം കേട്ടാ. കല്യാണി കഴിക്ക്. മർഡോണ ഇതിന്ന് കഴിക്ക്. റൊണാൾഡോ മോനെ വാ. റൊണാൾഡോ കല്യാണി കൂട്ടി കഴിക്ക്. കല്യാണി കഴിക്ക്. റൊണാൾഡോ മോവാ. റൊണാൾഡോ ഓടിവാടാ ഓടിവാടാ. എന്തേ റൊണാൾഡോക്ക് ഭയങ്കര പേടി കൂടുതലാ. വാ, നമ്മുടെ ഇവിടുത്തെ പടക്കമൊക്കെ പൊട്ടൽ കഴിഞ്ഞു. ഞാകല്ല നല്ല സൗണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. കഴിക്കടാ. നോക്കിയേ പോണേ. കല്യാണി കഴിക്ക്. റൊണാൾഡോ പോനെ പേടിക്കണ്ടടാ, ഓടിവാടാ പൊന്നോ, ഓടിവാ. നമ്മുടെ പൊന്നു പേടിക്കണ്ട, വന്നേ ഇവിടെ ഉണ്ട് പൊന്നോ. ഡാ പൊന്നു പേടിക്കണ്ടടാ. ഇത് അകലെ പൊട്ടണ സൗണ്ടേ ഉള്ളൂ. പേടിക്കണ്ട. ചോറുണ്ട്, വാ വായ ചോറുണ്ട വാ. റൊണാൾഡോ ഭക്ഷണം കഴിക്കണില്ല, നാളെ പേടിയില്ല. കല്യാണക്കുട്ടി കഴിക്കിട്ടോ. കല്യാണക്കുട്ടിയുടെ പാത്രത്തിട്ടേ. മതി മെസ്സി കൂട്ടിന്. എന്തേ മർഡോണിക്ക് മതിയോ? ഇന്ന് എല്ലാവരും ചോറുണ്ടല്ലോ ഒക്കെ ഒന്ന് കുറച്ച് കുറവാണ് ഇന്ന്. കാരണം അവർക്ക് ഈ എന്താ പറയുക പടക്കങ്ങൾ പൊട്ടണേൻ്റെ ആ സൗണ്ടിൽ ഒരു ഭയപ്പാട് കടന്നിട്ടാന്ന് തോന്നുന്നു. ഇതേ ചോറൊക്കെ ബാക്കി വെച്ചിട്ടുണ്ട്. ഇത് പോലും തിന്നോക്കിയേ. അങ്ങനെ കോഴിക്കാല് എന്നും രാത്രിയിൽ പതിവാട്ടാ. ചോറുണ്ട് കഴിഞ്ഞാൽ കാല് മാത്രം തിന്നല്ലേ. കല്യാണിക്കുട്ടി എന്തേ?
തിന്നണ്ട ബോൾട്ടേ എന്നാ തിന്ന് നോക്കണ ബോൾട്ട് മോനെ. ഇന്ന് എന്താ ബോൾട്ടിനും വേണ്ടേ? ഇന്ന് കല്യാണി കൂട്ടി കൊണ്ടേ തിന്ന്. എന്നാ കുഞ്ഞിതാക്കി തരാം. ഇതാ കുഞ്ഞിതാക്കി തരാം കല്യാണിയേ, കുഞ്ഞിതാക്കി തരാം. ഇതാ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ചു ഇവരെ കൂട്ടിലാക്കിയിട്ട് ഇവിടേക്ക് ഒന്ന് വൃത്തിയാക്കണം എന്നൊക്കെ ഉള്ളത്. ഇവരെപ്പോൾ കൂട്ടിയാക്കാൻ പറ്റും എന്നൊന്നും അറിയില്ല ഇന്ന്. കാരണം ഇവർ കൂട്ടിയാക്കാൻ സമ്മതിക്കണില്ല, നമ്മളോട് പിടിച്ചിരുത്തിരിക്കുകയാണ്. അപ്പം അറിയില്ല ഞങ്ങളുടെ ഇന്നത്തെ രാത്രിയിലത്തെ ഉറക്കമൊക്കെ എത്രത്തോളം ഉണ്ടാവും എന്നുള്ളതൊന്നും കേട്ടാ. അപ്പം ഞങ്ങൾ നിർത്താൻ പോവാണ്. എന്തോ ഒരു എനക്കും കേട്ടു എല്ലാവരും കൂടി ഓടി. ഏറ്റവും പേടിയുള്ളത് നമ്മുടെ റൊണാൾഡോ മോനാണ്. അവനാണ് ഇപ്പോൾ എൻ്റെ അടുത്ത് ആദ്യം ചുറ്റിപ്പറ്റിയിരിക്കുന്നത്. അവരൊക്കെ ഒരു എനക്കും കണ്ടപ്പോൾ കോഴിക്കൊണ്ട് അവിടേക്ക് ഓടിയത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ മാലാഖയുടെ പള്ളി പെരുന്നാളാണെന്ന്. അപ്പോൾ ആ പള്ളിയിലേക്ക് പോണ ആ വഴിയാണ് കേട്ടോ അത്. ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ മക്കൾ പോയപ്പോൾ ഞാൻ മക്കളോട് പറയുകയാണ് എനിക്ക് കാണാൻ വേണ്ടിയിട്ട് ഒന്ന് ആ ലൈറ്റൊക്കെ ഒന്ന് പിടിച്ച് വന്നോളൂ എന്നുള്ളത്. അപ്പോൾ ഇത് പള്ളിയിൽ പറ്റി കേട്ടോ, ഭയങ്കര രസമാണ് കാണാനായിട്ട്.